ഞാനിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഒരു കുഞ്ഞു യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഞങ്ങളെന്ന് പറയുമ്പം ഞാനും ജോബിയും ഈശപ്പനും ഈശക്കുട്ടിയും അതേപോലെ സനോജിൻ്റെ ഫാമിലിയും, സനോജും നിമിഷയും അതേപോലെ ഇവാനും. ഞങ്ങൾ പോയത് ഞങ്ങളുടെ തേവലക്കരയിൽ നിന്ന് 22 കിലോമീറ്റർ അപ്പുറമുള്ള കൊല്ലത്തെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. ഈ അഡ്വഞ്ചർ പാർക്ക് ഞാൻ ഏകദേശം 7ാം ക്ലാസ്സിലേതോ ഒരു ക്യാമ്പിന് കൊല്ലത്ത് പോയതാണ്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞതുപോലെ ഏകദേശം 20 കൊല്ലത്തിന് ശേഷമാണ് കൊല്ലം അഡ്വഞ്ചർ പാർക്കിലേക്ക് ഞങ്ങളുടെ ഫാമിലിയായിട്ട് വരാൻ സാധിക്കുന്നത്. സമയം വന്നപ്പോൾ തന്നെ പറഞ്ഞതുപോലെ കൊച്ചുകുട്ടികൾ കളിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞതുപോലെ ഈ ഒരു സാധനത്തിനകത്ത് ഇവർക്ക് ഒറ്റയ്ക്ക് അവിടെ കളിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നോടെയും കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഒരു കൊച്ചുകുട്ടിയെ പോലെ അതിനകത്തിരുന്ന് കളിക്കുകയാണ്, വേറെ ആരെയും കയറ്റിയില്ല. അങ്ങനെ കളിക്കുന്ന ചെറിയ ചെറിയ ഐറ്റംസും അതെല്ലാം നല്ല ശാന്തമായിട്ടുള്ള ഒരു ഏരിയയാണ് കൊല്ലം അഡ്വഞ്ചർ പാർക്ക്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ ചിലവഴിച്ചു. കുറേ നേരം ഞങ്ങൾ ആ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ പാർക്കിൽ ചിലവഴിച്ചു. അതിനുശേഷം ഈ പാർക്കിനോട് ചേർന്ന് തന്നെയാണ് അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പാർക്കിൻ്റെ അവിടെ നിന്ന് ഒരു ബോട്ടിംഗ് സർവീസും ഉണ്ടായിരുന്നു. 2 പേർക്ക് ഏകദേശം 190 രൂപ ആയിരുന്നു ടിക്കറ്റ്. കുഞ്ഞുങ്ങൾക്ക് പൈസയില്ല. നിമിഷയും സനോജും ഇവാനും ബോട്ടിങ്ങിന് വന്നില്ല, അവർ നേരത്തെ പോയിട്ടുള്ളായിരുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഞാനും ജോബിയും ഈശപ്പനും ഈശക്കുട്ടിയും കൂടെ ആ അഷ്ടമുടി കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം ബോട്ടിങ്ങിൽ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ 1 മണിക്കൂർ നീണ്ട ബോട്ട് യാത്ര ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. സമയം ഏകദേശം 1 മണിയായി, നന്നായിട്ട് വിശന്നു. അങ്ങനെ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിനോട് വിട പറഞ്ഞു നേരെ പോയത് കൊല്ലത്തെ ഫേമസ് ആയിട്ടുള്ള ഫയൽവാൻ ഹോട്ടലിലേക്കാണ്. നിമിഷയാണ് ഈ ഹോട്ടൽ സജസ്റ്റ് ചെയ്തത്. വളരെ അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങളെല്ലാവരും ബിരിയാണിയായിരുന്നു കഴിച്ചത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ഊണും മേടിച്ചു. സെക്രട്ടറി ഉറങ്ങിയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, അഫോർഡബിൾ റേറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ആശ്രമ മൈതാനത്തുമായിരുന്നു. ഇതൊരു ഓണസമയത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആശ്രമ മൈതാനത്ത് ഓണസമയത്ത് പല എക്സ്പോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു റോബോട്ടുകളുടെയും ഒരു ഓഷ്യൻ എക്സ്പോയും ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞതുപോലെ അഡൽട്ടിന് വേണ്ടിയുള്ള ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ 150 രൂപ ആയിരുന്നു. ഞങ്ങൾ 4 പേർക്ക് ടിക്കറ്റ് എടുത്ത് ആ എക്സ്പോ കാണാൻ വേണ്ടി അകത്തോട്ട് കയറി. ഈശപ്പനൊക്കെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടക്കമൊക്കെ ഇങ്ങനെ ഓരോ കിളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനുശേഷം ഇതേപോലുള്ള റോബോട്ടുകളുടെ ഒരുപാട് ഷോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനുഭവമായിരുന്നു ഈ റോബോട്ടുകളുടെ ഷോയൊക്കെ.
അതിനുശേഷം ഈ മീനുകളുടെ എക്സ്പോ, അതും കുട്ടികൾക്ക്, നമ്മൾ വലിയവരെ പോലെ തന്നെ കുട്ടികൾക്കും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാനും അവർക്ക് കൗതുകത്തോടെ നോക്കുവാനും ഒക്കെ കിട്ടിയ ഒരു വലിയൊരു അനുഭവമായിരുന്നു ഈ ഒരു ഓഷ്യൻ എക്സ്പോ. ഈ എക്സ്പോ ഒക്കെ കണ്ട് ഞങ്ങൾ എക്സിറ്റ് വഴി പുറത്തോട്ട് ഇറങ്ങുന്നിടത്ത് ഒരുപാട് ഫുഡിൻ്റെതും അച്ചാറിൻ്റെയും ചിപ്സിൻ്റെയൊക്കെ ഒരുപാട് ഈ പറഞ്ഞതുപോലെ കടകളുണ്ടായിരുന്നു. ഒരുപാട് സ്റ്റാൾസുകൾ അവിടെ, അതായത് നമ്മൾ നടന്നാലും തീരത്തില്ല, അത്രയ്ക്ക് സ്റ്റാൾസുകളുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മളത് കണ്ടിറങ്ങുമ്പോൾ ഇതെല്ലാം നോക്കി നമ്മൾ അറിയാതെ ഓരോന്ന് മേടിച്ചു പോകും. അങ്ങനെ ചെറിയ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു, ചെറിയ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ടു. ഇങ്ങനെ നടന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. വേണ്ട ഇതുപോലെ ആശ്രമം മൈതാനത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് കൊല്ലം ബീച്ചിലേക്കാണ്. പക്ഷേ ഏകദേശം 3 മണിക്ക് നല്ല വെയിലായതുകൊണ്ട് അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൊല്ലം ബീച്ചിന് ഓപ്പോസിറ്റ് ജലകേളി കേന്ദ്ര കിഡ്സ് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഓണത്തിൻ്റെ അവധിക്കാലത്തിന് വേണ്ടി ആ പാർക്ക് അവർ റിനോവേറ്റ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ചെറിയ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി ഞങ്ങൾ രാവിലെ അഡ്വഞ്ചർ പാർക്കിൽ പോയതുകൊണ്ട് ആ വെയിലൊന്ന് കുറയുന്നിടം വരെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നേരെ ഞങ്ങൾ പോയി 4:30 ആ സമയത്ത് ഞങ്ങളൊരു ചായ കുടിച്ചു അവിടെ തന്നെ കൊല്ലം ബീച്ചിൻ്റെ. അവിടെ നേരെ കൊല്ലം ബീച്ചിലോട്ട് പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളുടെ യാത്ര അവസാനിച്ചു.